തലശ്ശേരി കേരളത്തിന്റെ ഏതാണ്ട് വടക്കേ അറ്റത്ത് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പുരാതന നഗരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അറബികളുമായും അതിനുശേഷം യൂറോപ്യൻസുമായും പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരുമായും വ്യാവസായിക ബന്ധങ്ങൾ ഉണ്ടായിരുന്ന ഒരു നഗരം. ഈ വിദേശികളുമായുണ്ടായ കൊടുക്കൽ വാങ്ങലുകളുടെ കൂടെ ഫലമായി 100 രുചികളുടെ ഒരു കേന്ദ്രമാണ് ഇന്നും തലശ്ശേരി. കേരളത്തിന് ഒരു രുചികളുടെ തലസ്ഥാനമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ തലസ്ഥാനമുണ്ടെങ്കിൽ, അത് തീർച്ചയായും തലശ്ശേരി തന്നെയാണെന്ന് പറയാം. ഇന്ന് ആധുനിക കാലത്ത് തലശ്ശേരിയുടെ ഭക്ഷണ വിഭവ സമൃദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ബ്രാൻഡ് ചെയ്യപ്പെട്ടതുമായ ഒന്ന് തലശ്ശേരി ബിരിയാണിയാണ്. തീർച്ചയായും രൂക്ഷമായ മസാലക്കൂട്ടുകളില്ലാത്ത മൃദുവായ ഒരു ബിരിയാണി എന്ന് നമുക്കതിനെ വിളിക്കാം. അതിൻ്റെ ആ മണം തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ നാവുകളെ നനയിപ്പിച്ചേക്കാം. പൊതുവെ ഭക്ഷണപ്രിയരും ആതിഥ്യമര്യാദയ്ക്ക് പേരുകേട്ടവരുമായ തലശ്ശേരിക്കാരുടെ ഭക്ഷണ വൈവിധ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലശ്ശേരി ബിരിയാണിയാണോ എന്നാൽ, ലോകത്തിന് മുന്നിലേക്ക് അവർ വെച്ച വിവിധങ്ങളായ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ചരിത്രപരമായതും ബിരിയാണി അല്ല എന്ന് ഞാൻ പറയും. കാരണം അതൊരു കേക്കായിരുന്നു, ഒരു കേക്ക് ഉണ്ടാക്കിയ കഥയായിരുന്നു. ആ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പറയട്ടെ, ഈ കഥയിൽ 2 നായകന്മാരുണ്ട്. ആദ്യത്തെ ആളുടെ കഥയിലേക്ക് നമുക്ക് കിടക്കാം. ഈ കഥ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ കഥ നടക്കുന്നത് തന്നെ ഏതാണ്ട് 140 വർഷങ്ങൾക്ക് മുൻപാണ്. പഴയ തലശ്ശേരി നഗരം. അവിടെ അറിയപ്പെടുന്ന ഒരു ബേക്കറായിരുന്നു മമ്പള്ളി ബാപ്പു. തലശ്ശേരിയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ ബേക്കറികളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെതായിരുന്നു. അന്ന് അതിനെ ബേക്കറി എന്ന പേരിൽ വിളിച്ചിരുന്നോ എന്നറിയില്ല. ആധുനിക ഉപകരണങ്ങൾ വന്നതിന് ശേഷമായിരിക്കാം ഒരു പക്ഷേ ബേക്കറി എന്ന പേര് തന്നെ ഉണ്ടായത്. അദ്ദേഹം നടത്തിയിരുന്ന സ്ഥാപനത്തിന്റെ പേര് മമ്പള്ളി റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി എന്നായിരുന്നു. തീർച്ചയായും ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അത് ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന സ്ഥാപനമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലെ ഒരു സ്ഥിരം കസ്റ്റമറായിരുന്നു ഇംഗ്ലീഷുകാരനായ ബ്രൗൺ. തലശ്ശേരിയിൽ തന്നെ ഒരു പ്ലാന്ററായിരുന്നു അദ്ദേഹം. കുടുംബത്തോടൊപ്പം തലശ്ശേരിയിൽ ആ കാലത്ത് താമസിച്ചിരുന്ന ആളാണ്. മറ്റേതൊരു സാധാരണ ദിവസവും പോലെ തന്നെ ബ്രൗൺ സാഹിബ് മമ്പള്ളിയുടെ സ്ഥാപനത്തിലേക്ക്, കടയിലേക്ക് കടന്നു വരികയാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്നൊരു പൊതി ഉണ്ടായിരുന്നു. ആ പൊതി ബാപ്പുവിന് കൊടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു, "Can you make something like this? ഇതുപോലൊന്നുണ്ടാക്കാൻ താങ്കൾക്ക് കഴിയുമോ?" ബാപ്പു ആ പൊതി തുറന്നു നോക്കി. അദ്ദേഹം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വിഭവമായിരുന്നു അത്. അതൊരു പ്ലം കേക്കായിരുന്നു. അത് ആദ്യം കണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഒന്ന് പരിഭ്രമിച്ചിട്ടുണ്ടാവാം. കാരണം താൻ ഇതുവരെ കാണാത്ത, ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു സാധനം ഉണ്ടാക്കാമോ എന്നാണ് സാഹിബിന്റെ ചോദ്യം. എന്നാൽ സാഹിബിന്റെ ചോദ്യത്തിൽ ഒരു വെല്ലുവിളിയുടെ സ്വരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ബാപ്പു ആ വിഭവം, അല്ലെങ്കിൽ ആ കേക്ക് ആദ്യം മണത്തു നോക്കി, പിന്നെ അതിൻ്റെ രുചി നോക്കി, അങ്ങനെ പല രീതിയിൽ അതിനെ നിരീക്ഷിച്ചു നോക്കി. വ്യക്തമായ ധാരണകളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. എങ്കിൽ പോലും ആ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുത്തു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അല്ലെങ്കിൽ കൂട്ടുകൾ മിസ്റ്റർ ബ്രൗൺ തന്നെ മമ്പള്ളി ബാപ്പുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് കുറേ ദിവസം അദ്ദേഹത്തിൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളുടേതായിരുന്നു. മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തിന് ഒരു പ്രധാന പ്രശ്നം മനസ്സിലായി. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ ലഭ്യമല്ല. അത് യൂറോപ്പിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ കണ്ടുവരുന്ന ചില പഴങ്ങളും എല്ലാമായിരുന്നു അതിൻ്റെ രുചി നൽകിയിരുന്ന വസ്തു. ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയതോടെ തന്നെ ബാപ്പു മറ്റൊരു സൊല്യൂഷനിലേക്ക് പോയി. അതായത്, ഇതിന് പകരമായി എന്തുപയോഗിക്കാം? ഇവിടെ ലഭിക്കുന്ന ചില പഴങ്ങൾ, മറ്റ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. സാധാരണഗതിയിൽ ഇംഗ്ലീഷുകാർ പ്ലം കേക്കിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡിക്ക് പകരം നമ്മുടെ നാടൻ കള്ള് ഉപയോഗിക്കാനും അദ്ദേഹം തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളുടെ പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ഒരു കൂട്ട് കണ്ടെത്തുന്നു. ആ കേക്കിനുള്ള കൂട്ട് റെഡിയായ ശേഷം അതുണ്ടാക്കാനുള്ള ദിവസം വന്നെത്തി. അന്നേ ദിവസം വളരെ നേരത്തെ തന്നെ പതിവ് ജോലികളെല്ലാം അദ്ദേഹം അവസാനിപ്പിച്ചു. രാത്രി വൈകി അദ്ദേഹത്തിൻ്റെ മണ്ണുകൊണ്ടുള്ള ആ ഓവൻ ചൂടായി. താൻ കണ്ടെത്തിയ ആ കേക്കിൻ്റെ മിക്സ് അദ്ദേഹം ബേക്ക് ചെയ്യാനായി ഓവനിലേക്ക് വെച്ചു. ആ മണ്ണിൻ്റെ അവനുള്ളിൽ ഇരുന്ന് ബേക്കാവുന്നത് ഒരു ചരിത്രമാണെന്ന്, പിന്നെ നൂറ്റാണ്ടുകളോളം ഉപയോഗിക്കപ്പെടാൻ പോകുന്ന, പറയപ്പെടാൻ പോകുന്ന, ആഘോഷങ്ങളുടെ ഭാഗമാകാൻ പോകുന്ന ഒന്നാണെന്ന് അദ്ദേഹം പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഈ കഥയിൽ 2 നായകന്മാരാണ് ഉള്ളതെന്ന്.
ആദ്യം പറഞ്ഞ ആൾ മമ്പള്ളി ബാപ്പു, ഇദ്ദേഹത്തിൻ്റെ കഥ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ചരിത്ര താളുകളിൽ പലയിടങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാം. എന്നാൽ രണ്ടാമത്തെ ആൾ, ഇത് ചരിത്ര പുസ്തകങ്ങളിൽ അങ്ങനെ കാണപ്പെടുന്ന ഒന്നല്ല. തലശ്ശേരിക്കാരുടെ ഇടയിൽ തലമുറകളായി പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് കപ്പ്യാർ എന്നായിരുന്നു. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ മമ്പള്ളി ബാപ്പു കേക്ക് ഉണ്ടാക്കുന്ന അതേ കാലയളവിൽ തന്നെ കേക്ക് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഒരു കഥ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വായ്മൊഴിയായി പറഞ്ഞു വരുന്നു. അദ്ദേഹം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബേക്കർ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതപ്പെടാതെ പോയത്. ഏതാണ്ട് ഒരേ കാലത്ത് ഒരു പക്ഷേ ഇവർ രണ്ടുപേരും പരസ്പരം അറിഞ്ഞോ അറിയാതെയോ കേക്കുകൾ ഉണ്ടാക്കിയിരിക്കും. ഇതിൽ ആര് ആദ്യം ഉണ്ടാക്കി എന്ന ചോദ്യത്തിന് അത്ര പ്രസക്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല. ആദ്യ കേക്ക് ഉണ്ടാക്കിയത് ഇവരിൽ ആരായാലും ഇവർ ഇരുവരും തലശ്ശേരിക്കും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ആ ഒരു ബിസിനസ്സിൽ നൽകിയ അടിത്തറ നിസ്തുലമാണ്. ഇന്നും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പോയാലും ഒരു തലശ്ശേരിക്കാരൻ്റെ ബേക്കറിയും ഭക്ഷണശാലയും കണ്ടെത്തുക എന്നത് വളരെ സാധാരണമായ കാര്യമാണ്. ഇതിൽ ഭക്ഷണം എന്ന ബിസിനസ് തലശ്ശേരിക്കാരൻ്റെയും പരിസര പ്രദേശത്തുള്ളവരുടെയും DNA എത്തിക്കാൻ ഇവർ നൽകിയ അടിത്തറ തീർച്ചയായും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. എന്തു തന്നെയായാലും ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയത് ഒരു തലശ്ശേരിക്കാരനാണ്, ഒരു മലയാളിയാണ് എന്ന അഭിമാനത്തോടെ ഈ കഥ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.